കനത്ത മഴയെ തുടർന്ന് കിള്ളിയാർ കരകവിഞ്ഞു. ജഗതി ബണ്ട് റോഡിൽ വീടുകളിലേക്കും റോഡിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. ജിബിൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ജിബിൻ, എന്താണ് നിലവിൽ ഇപ്പോൾ ഒരുപാട് വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടോ? മഴ തുടരുന്ന സാഹചര്യം തന്നെയാണോ ഉള്ളത്? ഏത് തരത്തിലാണ് ഇവിടെ ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ടോ? എന്താണ് അവസ്ഥ? നമ്മൾ നിൽക്കുന്നത് ജഗതിക്ക് സമീപമുള്ള കാരക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് കിള്ളിയാറിൻ്റെ ഒരു വശത്തായിട്ടുള്ള ഒരു ചെറിയ പ്രദേശമാണ്. ഇന്ന് രാവിലെ 10:30 കൂടിയാണ് നമ്മൾ ഈ കാണുന്ന പ്രദേശത്തൊക്കെ തന്നെ വെള്ളം കയറി തുടങ്ങിയത്. കിള്ളിയാറിൽ നിന്ന് ഈ കാണുന്ന ബണ്ട് വഴി ഇങ്ങോട്ടേക്ക് വെള്ളം ഇറങ്ങിയാണ് ഇവിടെ ഈ കാണുന്ന വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിരിക്കുന്നത്. ഈ ബണ്ട് റോഡിന് സമീപത്തായിട്ടുള്ള റോഡിലും അതുപോലെ തന്നെ സമീപത്തുള്ള വീടുകളിലൊക്കെ തന്നെ വലിയ രീതിയിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ള ഈ പാറച്ചിറ ഡാം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്താണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. ഇതിന് സമീപത്തായിട്ടുള്ള വീടുകളിലുള്ള ആളുകളെയൊക്കെ തന്നെ തൽക്കാലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇവിടെ തിരുവനന്തപുരത്ത് അതിശക്തമായ മഴ പെയ്യുമ്പോൾ മാത്രമാണ് ഇവിടേക്ക് വെള്ളം കയറുന്നത്. പക്ഷേ ഇന്നത്തെ കാര്യം അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നെടുമങ്ങാട്, പാലോട്, വിതുര മലയോര മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായ മഴ പെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇവിടേക്ക് വലിയ രീതിയിൽ വെള്ളം കയറി തുടങ്ങിയത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഇന്ന് വലിയ രീതിയിൽ അങ്ങനെ മഴയൊന്നും തന്നെ പെയ്തിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ഒരു തുള്ളി പോലും മഴ പെയ്യാത്ത ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്, തിരുവനന്തപുരത്തിൻ്റെ നഗരപ്രദേശങ്ങളിലുള്ളത്. പക്ഷേ ഈ ഗ്രാമീണ മേഖലകളിലും മലയോര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ പെയ്ത വലിയ മഴയുടെ ഭാഗമായിട്ടുള്ള വെള്ളമാണ് ഈ കിള്ളിയാർ വഴി ഇപ്പോൾ ഈ ജഗതി പ്രദേശത്തേക്കൊക്കെ തന്നെ കയറിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യം കാണാം. അതായത് അവിടെയുള്ള വീടുകളിലൊക്കെ തന്നെയുള്ള ആളുകളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് അവർ വീട്ടിൽ നിന്ന് എപ്പോഴാണ് വലിയ രീതിയിൽ ഇങ്ങോട്ട് വെള്ളം കയറുന്നത് അപ്പോൾ മാറി താമസിക്കുന്ന തരത്തിലേക്ക് അവരുടെ സാധനങ്ങളൊക്കെ തന്നെ പാക്ക് ചെയ്ത് വയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചേട്ടാ, ഇവിടെ സാധാരണഗതിയിൽ ഇങ്ങനെ വെള്ളം കയറാറുണ്ടോ? സാധാരണ ഇങ്ങനെ ഈ ഒരു വർഷത്തിലൊരിക്കൽ കയറും ഇങ്ങനെ മഴ. അതായത് നമ്മൾ ഇത് മലയ്ക്ക് മഴ പെയ്യുമ്പോൾ, നെടുമങ്ങാട് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ കയറും വെള്ളം. ഈ സ്ഥലം എന്ന് പറയുന്ന ഒരു താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വെള്ളം കയറാത്ത രീതിയിലുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലേ? ഇല്ല, ബണ്ട് കെട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ബണ്ടില്ലായിരുന്നെങ്കിൽ കയറുമായിരുന്നു. എല്ലാവരും നമ്മളെല്ലാവരും മാറേണ്ടി വരും. എൻ്റെ വീട് ബാക്കിലാണ്, എല്ലാം കയറും. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോഴത്തേക്ക് ഈ ഒരു അളവിൽ മാത്രമാണ് വെള്ളമുള്ളത്. പക്ഷേ നമ്മൾ അങ്ങോട്ടേക്ക് ആ ബണ്ടിന് സമീപത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം തന്നെ ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി തിരുവനന്തപുരം നഗരത്തിൽ കൂടി വലിയ ഒരു മഴ ഇന്ന് പെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള വീടുകളൊക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്.